ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഞാനിപ്പോൾ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല അല്ലേ, കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയ ലോങ് വീഡിയോ. എന്ത് സാധനം എന്നറിയോ? മനസ്സിലായില്ലേ? അതന്നെ, ഉണ്ണിത്തണ്ട്. പിന്നെന്താ വേറെ എന്തെങ്കിലുമൊക്കെ പറയും, വാഴപ്പോളാന്നോ, ഇവിടെ ഉണ്ണിത്തണ്ട് എന്നൊക്കെയാണ് പറയുക. ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും. അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ, ഉണ്ണിത്തണ്ട് ഉപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിത്തണ്ട്. അപ്പോൾ അതിലൊരിത്തിരി മുതിരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാമേ. ഓക്കെ, ഇത് വാങ്ങിയതല്ല കേട്ടോ, ഇത് നമ്മൾ തൊടിയിൽ നിന്ന് കിട്ടിയതാ. ഇപ്പോൾ വാഴ ഒടിയുന്ന സീസണാണല്ലോ, അങ്ങനെ ഒടിഞ്ഞ ഒരു വാഴയിൽ നിന്നും എടുത്തതാണിത്. ഓക്കെ, അപ്പോൾ നമുക്കത് അരിയാം കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മൾ അരിയുമ്പോഴേ ഇതിനിങ്ങനെ നൂല് പോലൊരു സംഭവം വരും. കത്തി ഇതൊന്നും ചെത്തിക്കളയും. ഇതുണ്ടോ, ഇങ്ങനെ വരും. ഇത് അറിയാത്തവർക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നേരെയാക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് പലരും മടി കാണിച്ചിരിക്കും ഇതുകൊണ്ട് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ. പക്ഷേ അങ്ങനെ മടി കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അത്രയ്ക്ക് നല്ല സാധനം. നമ്മുടെ വയറിനകത്ത് തലനാര് അതുപോലത്തെ വേസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, കുടലിൽ തലനാരൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണിത്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, മടി പിടിച്ചിട്ട്. ഇടയ്ക്കൊക്കെ ഇത് ഉപ്പേരി വയ്ക്കുന്നത് നല്ലതാട്ടോ. നല്ല ടേസ്റ്റുമാണ്, മാത്രമല്ല നല്ല ഗുണമാണ്. ഒരുപാട് ഫൈബർ ഉള്ളതാണ് ഇതിൽ. നല്ല നാരടങ്ങിയ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയില്ലേ, ഒത്തിരി ഫൈബറുള്ള സാധനമാണിത്. എല്ലാവർക്കും അറിയാം. ഞാൻ എന്താ പറയുക, ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അമ്മമാർക്ക് എല്ലാം അറിയുന്നുണ്ടാവും. ഇതൊക്കെ പണ്ട് മുതലേ അടുക്കളകളിൽ സ്ഥാനം പിടിച്ചിരുന്നതല്ലേ. ഇപ്പോഴല്ലേ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നമ്മുടെ അടുക്കളകളിൽ സ്ഥാനം പിടിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. പണ്ടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ. പണ്ടത്തെ ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു, വേറൊന്നുമില്ല. പണ്ടുള്ളവർക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ സംബന്ധിച്ച് ഇന്നൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വരെ എന്തൊക്കെ അസുഖങ്ങളാണ്. നമുക്ക് ഈ അരിഞ്ഞെടുക്കുമ്പോൾ ചിലരിത് അരിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഈർക്കില കൊണ്ട് ഒന്നിച്ചങ്ങ് ചുറ്റിയെടുക്കും ഈ നാര്. ഞാനത് അപ്പം അങ്ങനെ ചുറ്റി എടുത്താൽ കുറേ സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണമെന്നറിയോ, ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഒന്നിച്ച് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ അരിയുക, നാരൊന്നും കണക്കാക്കണ്ട. അത് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചിങ്ങ് വലിച്ചെടുത്താൽ അത് പോരും. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ നിറം മാറുള്ളൂ. നമ്മുടെ ഈ പൊട്ടറ്റോ ഒക്കെ ഇല്ലേ, പൊട്ടറ്റോ ഒക്കെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നിറം മാറുന്ന പോലെ നിറം മാറും. അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഓക്കെ, അച്ഛൻ്റെ ഒരു മാങ്ങ ഇന്ന് രാവിലെ ജാനുവരത്തി കൊണ്ടു വെച്ച മാങ്ങയാണോ വെച്ചാൽ അത്? രാവിലെ ജാനുവരത്തിയൊരു മാങ്ങ അവിടുന്ന് പൊക്കി പറഞ്ഞത്. ഇത് കിളി കൊത്തി മൂവാണ്ടന. അച്ഛൻ മാങ്ങ ചെത്തുന്നേ.
തൊടിയിൽ നിന്നും കിട്ടിയ മാങ്ങ. ചെത്തിക്കോളൂ, തിന്നോളൂ. എനിക്കിപ്പോൾ മാങ്ങ വേണ്ട. ആ, ഇത് മൂവാണ്ടനാട്ടോ. നല്ല മണം, നല്ല മണം. വാടിപ്പഴുത്തതാണോ ശരിക്കും പഴുത്താണോ എന്ന് അറിയില്ല. കഴിച്ചോളൂ ചെത്തിയിട്ട്. അച്ഛൻ കഴുകിയെന്ന്. അച്ഛനും അമ്മയൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരിയൂ. നിങ്ങൾ രണ്ടുപേരെയും കാണണം കാണണം എന്ന് പറഞ്ഞ് കമൻറ്റ് വരുന്നവരുണ്ട്. അച്ഛനും അമ്മയും കണ്ടില്ല എന്ന് പറയും. ആ, അതാ മൂവാണ്ടൻ മാങ്ങ മുകളിലാണേ. മുകളിൽ നിന്നിട്ട് ഒക്കെ കുറേശ്ശെ പഴുത്ത് പക്ഷികൾ കഴിക്കാൻ തുടങ്ങി. അവരുടെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. എത്ര അവിടെ വീട് കജ്ജാക്കി കിടക്കണം അണ്ടിയൊക്കെ ആയിട്ട്. അതെ, അതോ ക്യാമറയുടെ കഴുത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിയിട്ടോ. അപ്പോൾ നമ്മുടെ വേനൽക്കാല വിനോദങ്ങളാണ് ഇപ്പോൾ ഈ ചക്കയിലും മാങ്ങയിലും അല്ലെങ്കിൽ പഴത്തിലൊക്കെ. നമ്മുടെ ഒരു ക്യാമറ, ഇതിൻ്റെ കഴുത്തിന് ബലമില്ല. ഞാനിങ്ങനെ പിടിച്ചാൽ ഇതിങ്ങനെ നിൽക്കും. അതാ നമ്മുടെ ട്രൈപ്പോഡ്. ഇത് മുതിരയാണ്. കുറച്ച് മുതിര നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് വരാം. കഴുകട്ടെ ആദ്യം. നമ്മൾ മുതിര വറുക്കുകയാണ്. കഴുകി വെച്ച മുതിരയാണ് കേട്ടോ വറുക്കുന്നത്. വറുത്താലേ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് മുതിര അങ്ങനെ വറുക്കുന്നത് എന്താ വെച്ചാൽ വേഗം വേകാനാണ്. വറുക്കാതെ നമ്മളൊന്ന് വേവിച്ച് നോക്കിയേ കുറേ നേരം പിടിക്കും. മാത്രമല്ല അത് എത്രയായാലും ഒന്നും തോന്നുന്നില്ല. ഒരു കുറി ഞാനിത് ഇങ്ങനെ ക്രഷ് ചെയ്യാണ്ട് വറുത്തിട്ട് തന്നെ വെച്ചു. പക്ഷേ അത് എത്രയായാലും വേവാത്ത പോലെ. നല്ല ഫ്രൈ ആവട്ടെ. ആ, ഇങ്ങനെ പൊട്ടണ ഒരു സൗണ്ട് കേൾക്കില്ലേ? അപ്പോഴാണ് ഇത് ഓഫ് ചെയ്ത് പൊട്ടും. ഇപ്പോൾ ഓഫ് ചെയ്യാൻ സമയമായി. ഇനി വെച്ചാൽ കഴിയും. ഇനി കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് മിക്സിയിലിട്ടാൽ പൊടിയില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ചതച്ചെടുക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിര ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അത് മിക്സിയിലിട്ടാൽ പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഫൈനായിട്ട് പൊടിയരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ആവാനേ പാടൂ. ഒന്ന് അരങ്ങാന്ന് പറയും, അരങ്ങാൽ മതി. ഇതിവിടെ മിക്സി തുറക്കുന്നത് നല്ല രസമാണ് കേട്ടോ. പതുക്കെ തുറക്കാവും, ഇല്ലെങ്കിൽ 4 പുറം പോവും. കാരണം എന്താണെന്നറിയോ, അതിന് ആ വാഷർ ഇടാറില്ല. ആ വാഷറിൻ്റെ കറുപ്പ് നിറം എന്താണെന്നറിയില്ല. ഈ അരപ്പ് നമ്മളിതിൽ അരയ്ക്കുന്നതിലേക്കൊക്കെ ആ കറുപ്പ് നിറം, അതിൻ്റെ വെള്ളമൊക്കെ വീണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാഷർ ഇല്ലാണ്ടാണ് ഇപ്പോൾ പരിപാടി. അങ്ങനെ നമ്മുടെ ഉണ്ണിത്തണ്ടെല്ലാം അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പപ്പടം കുത്തി ഉപയോഗിച്ചിട്ട്, പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട്
ഒന്നും കൂടെ അതിൽ നാരുണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. കുറേശ്ശെയൊക്കെ നാരുണ്ടാവും, നമ്മൾ എത്ര എടുത്താലും പിന്നെയും കുറേശ്ശെയൊക്കെ നാരുണ്ടാവും. ഞാൻ ഓൾമോസ്റ്റ് അത് എടുത്തിരുന്നു, എന്നാലും ചെറിയ അതുപോലെ ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മൾ കടുക് താളിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട് അമ്മ. അതിനുശേഷം പിന്നെ ഒഴിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് വെള്ളം ഒഴിക്കുമെന്ന് ചോദിക്കണ്ട, അത് പൊട്ടിത്തെറിക്കിയ സംഭവങ്ങളൊന്നുമില്ല. അതിൽ വെള്ളം നെട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ മുതിര, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുതിരയാണ് ആദ്യം അമ്മ ചേർക്കണത്. എന്നിട്ടാണ് നമ്മൾ ഉണ്ണിത്തണ്ട്. ഈ മുതിര ഒന്ന് ഒരു പകുതി വേവിലേക്കൊക്കെ വരണ സമയമാകുമ്പോഴേ നമ്മൾ ഉണ്ണിത്തണ്ട് ചേർക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് നല്ലപോലെ വെന്ത് ഒരുമിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ചെയ്യുന്നത്. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം. അപ്പോൾ എനിക്കിതിൽ കുരുമുളക് പൊടി ഇടും എന്നറിയാം. പണ്ട് ഞാൻ ഈ മുതിര ചേർക്കാണ്ട് ഇത് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഈ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി ഇത് പിന്നെ ഞാൻ കഴിച്ചിട്ട്. അപ്പോൾ ഈ മുതിര ചേർത്തത് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. എനിക്ക് മുതിര ഇഷ്ടമാണ്, ഉണ്ണിത്തണ്ടും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ വറവ് ഇടണില്ല, നമ്മളിടണില്ല. ഇനി വറവ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്, രുചിയൊക്കെ. അപ്പോൾ ഇത് നമ്മളിവിടെ വറവിടാണ്ട് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇനി ഇത് വേവട്ടെ കേട്ടോ. ഇത് ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ, കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ കിടന്ന് വേകട്ടെ. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കേണ്ട സ്റ്റേജായി. ഓൾമോസ്റ്റ് മുതിരയും അതുപോലെ നമ്മുടെ ഉണ്ണിപ്പിൻ്റെയും വെന്തു. ഇനി വെള്ളം വറ്റണം. അപ്പോൾ അതിന് മുന്നെയാണ് നമ്മൾ ഉപ്പും ചതച്ച കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആ കുരുമുളകിൻ്റെ ഒരു മണം, ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല അല്ലേ. നമുക്ക് ഊണ് കഴിക്കുമ്പോൾ നമ്മൾ ഈ കാളനിലൊക്കെ കുരുമുളക് ചേർക്കില്ലേ, ഈ കുരുമുളക് ചേർത്ത കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഉണ്ണിത്തണ്ട് മുതിര കോമ്പിനേഷനിൽ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരിന്നോ മെഴുക്ക് വരട്ടിന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടോ. ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അടി കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തൂ. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.